Dear students, welcome back to a new lecture. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്നുള്ള മൊഡ്യൂളിലെ ഫോർത്ത് സെക്ഷനാണ് ഈ ലെക്ചറിൽ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ലെക്ചറിൻ്റെ അകത്ത് പ്രൈമർലി നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനും മെട്രിക്സും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ പ്രീവിയസ് ഒരു ലെക്ചറിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, given any matrix you can actually create a linear transformation by using the notion tx is equal to ax എന്ന രീതിയിൽ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഏത് മെട്രിക്സിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദർ ഷുഡ് ബി എ മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് എവരി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എസെൻഷ്യലി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആർ എസെൻഷ്യലി മെട്രിസസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിരിക്കുന്നു, ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വെക്റ്റർ സ്പേസുകളുണ്ട്, ആ വെക്റ്റർ സ്പേസുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസുകളുണ്ട്. ആ ബേസിസിൽ നിന്ന് നമ്മളൊരു പുതിയ മെട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നു. ആ മെട്രിക്സ് ആണ് ദ മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള നോഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ ജനറൽ മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഈ ലെക്ചറിന്റെ അകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ R(n)ൽ നിന്ന് Rm-ലേക്ക് കൺസിഡർ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ലെറ്റ് T ഫ്രം Rn to Rm be a linear transformation. Let B is equal to E1, E2, etc. En be a standard basis of Rn. Then the standard matrix of T is defined as matrix A, which is the matrix with the column T of E1, T of E2, etc. T of En. അതായത് ടി എന്ന് പറയുന്നത് Rn-ൽ നിന്ന് Rm-ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. Rn-ന്റെ ഡയമെൻഷൻ n ആണ്. അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് E1, E2, etc. En. അതായത് E1 എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻട്രി മാത്രം 1, ബാക്കി എൻട്രീസ് എല്ലാം 0, ദാറ്റ് ഈസ് 1, 0, 0, 0, എക്സെട്ര. E2 എന്ന് പറയുന്നത് സെക്കൻഡ് എൻട്രി മാത്രം, എൻറ്റപ്പിളിന്റെ സെക്കൻഡ് എൻട്രി മാത്രം 1, ബാക്കിയെല്ലാം 0, ദാറ്റ് ഈസ് 0, 1, 0, 0, എക്സെട്ര 0, എക്സെട്ര. E എന്ന് വെച്ചാൽ nth എൻട്രി മാത്രം 1, ബാക്കി എല്ലാ എൻട്രീസും ഓൺ ആൻ എൻറ്റപ്പിൾ ബിക്കം 0, ദാറ്റ് ഈസ് 0, 0, എക്സെട്ര 1. ഇതാണ് ബി എന്ന് പറയുന്ന ബേസിസ്. അങ്ങനെയാണെങ്കിൽ ടിയുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ടി ഓഫ് E1 കണ്ടുപിടിക്കുക, ടി ഓഫ് E2 കണ്ടുപിടിക്കുക, ടി ഓഫ് E3 കണ്ടുപിടിക്കുക ആ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട്. എന്നിട്ട് ടി ഓഫ് E1-നെ ഫസ്റ്റ് കോളം ആക്കി എഴുതുക, ടി ഓഫ് E2-നെ സെക്കൻഡ് കോളം ആക്കി എഴുതുക, എക്സെട്ര. ടി ഓഫ് En-നെ nth കോളം ആക്കി എഴുതുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരു മെട്രിക്സ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടി ഓഫ് എ A1, A2, എക്സെട്ര AMI എന്നാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഒരു മെട്രിക്സ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിരിക്കും. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് കണ്ടെത്തുക. ഇൻ ജനറൽ Rn നിന്ന് Rm-ലേക്ക് തന്നിരിക്കുന്ന എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനെയും നമുക്ക് ടി വി ഇസിക്കൽ ടു എ വി എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ടി വി ഇസിക്കൽ ടു എ വി എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത നോഷൻ വെച്ചിട്ട് Rn-ൽ നിന്ന് Rm-ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷനെയും ടി വി ഇസിക്കൽ ടു എ വി എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അവിടെ ഡിഫൈൻ ചെയ്യുന്ന എ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബേസിസ് മെട്രിക്സ് ആണ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതിന്റെ കൺസ്ട്രക്ഷൻ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2y 3x പ്ലസ് വൈ മൈനസ് ഇസഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് കമ്പോണന്റ് 3 ഉണ്ട്, സെക്കൻഡ് കമ്പോണന്റ് 2 ഉള്ളൂ. അപ്പോൾ ടി R3-ൽ നിന്ന് R2-ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ R3-യുടെ ആദ്യം സ്റ്റാൻഡേർഡ് ബേസിസ് നോക്കണം. R3-യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് E1, E2, E3. E1 എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻട്രി 1, ബാക്കി രണ്ട് എൻട്രീസും 0, ദാറ്റ് ഈസ് 1, 0, 0 ആണ് E1.
E2 എന്ന് പറയുന്നത് 0 1 0 എന്നുള്ളതാണ് E2. E3 എന്ന് വെച്ചാൽ 0 0 1. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്പേസ് എടുക്കുന്നു. ടിക്കകത്ത് ഇവിടെ 3 കമ്പോണൻസ് ഉള്ളത് കൊണ്ട് ടി R3യിൽ നിന്നാണ്. ഇവിടെ 2 കമ്പോണൻസേ ഉള്ളൂ, അതുകൊണ്ട് ഇത് R2യിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡൊമൈൻ R3 ആയതുകൊണ്ട് R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ R3യുടെ ബേസിസ് എടുക്കുക. അപ്പൊ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 0 1 0 0 0 1. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇതിന്റെ കേസിൽ ടി ഓഫ് E1, ടി ഓഫ് E2 എക്സെട്ര ടി ഓഫ് En കണ്ടെത്തണം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി ഓഫ് E1 കണ്ടെത്തുക, ടി ഓഫ് E2 കണ്ടെത്തുക, ടി ഓഫ് E3 കണ്ടെത്തുക. ടി ഓഫ് ഈ എക്സ് വൈ സെഡ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് 2y 3x പ്ലസ് വൈ മൈനസ് ഇസഡ് ആണ്. ഇവിടെ എക്സ് 1ഉം വൈ ഇസഡും 0 ആകുമ്പോൾ ആൻസർ ബിക്കംസ് 1 മൈനസ് 2 ഇൻറ്റു 0. അടുത്തത് 3 പ്ലസ് 0 മൈനസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ടി ഓഫ് 1 0 0 എന്ന് പറയുന്നത്. ടി ഓഫ് 0 1 0 എന്ന് വെച്ചാൽ വൈ 1 ആകുക, എക്സും ഇസഡും 0 ആകുക. സോ വൈ 1 എക്സും ഇസഡും 0 ആകുമ്പോൾ ദിസ് ഈസ് 0 മൈനസ് 2 എന്ന് കിട്ടും, വിച്ച് ഈസ് മൈനസ് 2. നെക്സ്റ്റ് ഈസ് 3 ഇൻറ്റു 0 പ്ലസ് 1 മൈനസ് ഇസഡ് എന്ന് കിട്ടും, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. സോ ടി ഓഫ് 0 1 0 എന്ന് വെച്ചാൽ മൈനസ് 2 1 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് ടി ഓഫ് 0 0 1, എക്സും വൈയും 0 ആണ്, എക്സ് മൈനസ് 2 വൈയും ഒപ്പം 0 ആകും. നെക്സ്റ്റ് ഈസ് 3x പ്ലസ് വൈ മൈനസ് ഇസഡ് ആണ്. സോ 3 ഇൻറ്റു 0 പ്ലസ് 0 മൈനസ് 1 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 0 1 എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി ഓഫ് E1 ടി ഓഫ് E2 ടി ഓഫ് E3 കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ കോളം വൈസ് എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ദ മെട്രിക്സ് ഈസ് ടി ഓഫ് E1 എന്ന് വെച്ചാൽ 1 3 ആണ്, അതിനെ ഫസ്റ്റ് കോളം ആക്കി എഴുതുക, ദാറ്റ് ഈസ് 1 3. നെക്സ്റ്റ് ഈസ് ടി ഓഫ് E2 എന്ന് വെച്ചാൽ മൈനസ് 2 1 ആണ്, അതിനെ സെക്കൻഡ് കോളം ആക്കി എഴുതുക, ദാറ്റ് ഈസ് മൈനസ് 2 1. അടുത്ത ടി ഓഫ് E3 എന്ന് വെച്ചാൽ 0 മൈനസ് 1, അതിനെ തേർഡ് കോളം ആക്കി എഴുതുക, ദാറ്റ് ഈസ്. സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, അതിന്റെ ഓരോന്നിന്റെ ഇമേജ് എഴുതുന്നു, ആ ഇമേജിനെ കോളം മെട്രിക്സ് ആക്കി എഴുതുന്നു. ഇതാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ പ്രോബ്ലം. Find T of 1 minus phi 2 using standard matrix of a linear transformation where T is equal to xyz. T of xyz is equal to 2x, x plus y, y plus z, x plus z. അപ്പോൾ ഇത് T of 1 minus phi 2 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം അതിൽ നിന്ന് അത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് വെച്ച് കണ്ടെത്തണം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡയറക്ട്ലി എക്സിന് 1ഉം വൈക്ക് മൈനസ് 5ഉം ഇസഡിന് 2 ഇട്ട് കൊടുത്ത ഇതിന്റെ ആൻസർ നമുക്ക് ഡയറക്ട്ലി കിട്ടും. നമുക്ക് കിട്ടേണ്ടത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് വെച്ച് കിട്ടണം. സോ വിച്ച് മീൻസ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് മെട്രിക്സ് വെച്ച് ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് മെട്രിക്സിനെ ഈ പറഞ്ഞ എൻട്രിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടി ഓഫ് 1 മൈനസ് 5 2ന്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ നമുക്ക് നോക്കാം, ഇവിടെ എക്സിന് 1ഉം വൈക്ക് മൈനസ് 5ഉം ഇസഡിന് 2ഉം കൊടുക്കുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടെത്തണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് 3 കമ്പോണൻസ് ഉണ്ട്, ഇവിടെ സെക്കൻഡ് 4 കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ടി R3യിൽ നിന്ന് R4ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ R3യുടെ ഒരു ബേസിസ് എടുക്കുക എന്നുള്ളതാണ്. R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് നമുക്കറിയാം, E1 is equal to 1 0 0, E2 is equal to 0 1 0, E3 is equal to 0 0 1 എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടി ഓഫ് E1 ടി ഓഫ് E2 ടി ഓഫ് E3 കണ്ടെത്തുക എന്നുള്ളതാണ്. ടി ഓഫ് E1 is equal to 2 into 1, പിന്നെ കോമ 1 0 0 എന്ന് കിട്ടും, 0 1 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 2 1 0 1 എന്ന് കിട്ടും. ടി ഓഫ് 0 1 0 എന്ന് വെച്ചാൽ വൈക്ക് 1 കൊടുക്കുക, ബാക്കി എല്ലാം 0 ആകും, ദാറ്റ് ഈസ് 0. സെക്കൻഡ് കമ്പോണന്റ് 1 കിട്ടും, തേർഡ് കമ്പോണന്റ് 1 കിട്ടും, ഫോർത്ത് കമ്പോണന്റ് 0 കിട്ടും, ദാറ്റ് ഈസ് 0 1 1 0 എന്ന് കിട്ടും. ഇനി അടുത്ത ടി ഓഫ് 0 0 1 എന്ന് വെച്ചാൽ ഇസഡിന് മാത്രം 1 കൊടുക്കുക, ബാക്കി 0 ആക്കുക, ദിസ് ബിക്കം 0 0 1 1 എന്ന് കിട്ടും. സോ 0 0 1 1 എന്ന് കിട്ടും. ഇനി അടുത്തത് മെട്രിക്സ് ഫോം ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ടി ഓഫ് E1നെ ടി ഓഫ് E2നെ ടി ഓഫ് E3നെ ഓരോ കോളം ആക്കി എഴുതുക എന്നുള്ളതാണ്. സോ ടി ഓഫ് E1 is equal to 2 1 0 1 ഫസ്റ്റ് കോളം, ടി ഓഫ് E2 0 1 1 0 എന്നുള്ളത് സെക്കൻഡ് കോളം, ടി ഓഫ് E3 is equal to 0 0 1 1 എന്നുള്ളതാണ് തേർഡ് കോളം. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലായിരുന്നു, ടി ഓഫ് 1 മൈനസ് 5 2 കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ച് നമുക്ക് 1 മൈനസ് 5 2നെ നമുക്ക് ആക്ച്വലി 1 ഇൻറ്റു 1 0 0 പ്ലസ് മൈനസ് 5 ഇൻറ്റു 0 1 0 പ്ലസ് 2 ഇൻറ്റു 0 0 1 എന്ന് എഴുതാൻ പറ്റും. അതായത് അതിന്റെ കോർഡിനേറ്റ്സ് 1 മൈനസ് 5 2 എന്നുള്ളതാണ്. ഇനി നമ്മൾക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്നുള്ളതാണ്. അപ്പൊ ടി ഓഫ് 1 മൈനസ് 5 2 എന്ന് വെച്ചാൽ എ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ 1 മൈനസ് 5 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു 1 പ്ലസ്
0 into minus y plus 0 into 2. So first entry becomes 2. Next is 1 into 1 plus 1 into minus y plus 0 എന്ന് കിട്ടും. That is minus 5 plus 1, that is minus 4. Next is 0 into 1 plus 1 into minus 5 plus 1 into 2 എന്ന് കിട്ടും, which is minus 3. Next is 1 into 1 plus 0 into minus 5 plus 1 into 2, which is equal to 3. So the answer is 2 minus 4 minus 3 എന്ന് കിട്ടും. So ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സിൽ നിന്ന് ഒരു എലമെന്റിന്റെ എൻട്രി കണ്ടെത്തുന്നത്. സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടെത്തുക, ആ എലമെന്റിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ എൻട്രി നമുക്ക് കിട്ടും. Okay, let's move on to another problem. Let t from R2 to R2 defined by t of xy is equal to x plus y comma x minus y. Find the matrix of t relative to the standard basis. അപ്പം സ്റ്റാൻഡേർഡ് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എടുക്കണം. സ്റ്റെപ്പ് സിമ്പിൾ ആണ്. ആദ്യം ഇവിടെ R2 ആണ്, R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുക. ഇവിടെ ഇപ്പോൾ 2 എലമെന്റ്സേ ഉള്ളൂ. സോ R2ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് E1 is equal to 1 0യും E2 is equal to 0 1 ആണ്. അതിന്റെ ഇമേജസ് എടുക്കുക, ആ ഇമേജസിനെ കോളം മെട്രിക്സ് ആക്കി എഴുതുക. സോ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് വെച്ചാൽ E1 is equal to 1 0യും E2 is equal to 0 1 ആണ്. ആദ്യം t of E1 കണ്ടെത്തുക. എക്സിന് 1ഉം വൈക്ക് 0യും കൊടുക്കുമ്പോൾ this becomes first entry becomes 1 plus 0 is 1. Second entry becomes 1 minus 0 is 1. So t of 1 0 is 1 1 എന്ന് കിട്ടും. Next is t of E2 കണ്ടെത്തുക, which is 0 1. എക്സിന് 0യും വൈക്ക് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് എൻട്രി becomes 1. Second entry becomes 0 minus 1 is minus 1. So second entry becomes 1 minus 1 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ടി ഓഫ് ഇ വണ്ണിനെയും ടി ഓഫ് ഇ ടുവിനെ നമ്മൾ എന്ത് ചെയ്യുക, കോളമാക്കി എഴുതുക എന്നുള്ളതാണ്. ടി ഓഫ് ഇ വണ്ണിനെ ഫസ്റ്റ് കോളമാക്കി എഴുതും, ദാറ്റ് ഈസ് 1 1. ടി ഓഫ് ഇ ടുവിനെ സെക്കൻഡ് കോളമാക്കി എഴുതും, ദാറ്റ് ഈസ് 1 minus 1 എന്ന് കിട്ടും. സോ ദ കറസ്പോണ്ടിങ് മെട്രിക്സ് ഈസ് 1 1 1 minus 1 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് നമുക്കൊരു വാല്യൂ കണ്ടെത്തണ ആണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഉദാഹരണമായി ടി ഓഫ് 2 3 കണ്ടെത്തണമെങ്കിൽ ഈ മെട്രിക്സിനെ 2 3 എന്ന് പറയുന്ന കോളം മെട്രിക്സ് 2 3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So let's move on to another problem. ഇതുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. സോ വിച്ച് ഈസ് ഐ ഗീവ് യു ആൻ ഹോംവർക്ക്. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. T from M22 to M22, that is set of all 2x2 matrices with real entries ആണ് M22 എന്ന് വിളിക്കുന്നത്. Which is and the linear transformation is defined as T of matrix A B C D is equal to A plus B B C plus D D. Find the standard matrix of T. അപ്പം ഈ ട്രാൻസ്ഫോർമേഷന്റെ കേസിലുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻട്രി 1, പിന്നെ അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അതിന്റെ ഇമേജ് കണ്ടെത്തുക, അതിന്റെ ഇമേജിനെ നമ്മൾ കോളമാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്. ഓക്കെ, സോ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ബേസിസ് ഇവിടെ 4 എൻട്രി ഉണ്ട്. 4ന്റെ അകത്തും ഓരോരുത്തടുത്തും 1 ബാക്കിയുള്ളിടത്ത് 0 വരുന്ന രൂപത്തിലാണ് ഇത് സ്റ്റാൻഡേർഡ് ബേസിസ്. സോ E1 ഈസ് 1 0 0 0, E2 ഈസ് 0 1 0 0, E3 ഈസ് 0 0 1 0, E4 ഈസ് 0 0 0 1. അപ്പൊ 4 എൻട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് കിട്ടി. M22ന്റെ സ്റ്റാൻഡേർഡ് ബേസ് ഇതാണ്. ഇനി M33 ആണ് വരുന്നതെങ്കിൽ 1 0 0 0 0 0 0 0 0, അടുത്ത സെക്കൻഡ് എൻട്രി 1 ആക്കുക, തേർഡ് എൻട്രി 1 ആക്കുക, അങ്ങനെ 9 വെക്ടേഴ്സ് അവിടെ കിട്ടും. ഇവിടെ 4 വെക്ടേഴ്സേ ഉള്ളത് കൊണ്ട്, ഇവിടെ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് 4 ഡിഫറെന്റ് എൻട്രീസേ ഉള്ളത് കൊണ്ട് 4 ഡിഫറെന്റ് മെട്രിസസ് ആണ് സ്റ്റാൻഡേർഡ് ബേസിസ് വരിക. ഇനി ടി ഓഫ് E1 കണ്ടെത്തുക. ടി ഓഫ് E1 ഈസ് ഈക്വൽ ടു ഇവിടെ A1ഉം ബിയും സിയും ഡിയും 0 ആണ്. ഇവിടുത്തെ മെട്രിക്സ് ഡെഫിനിഷൻസ് എ പ്ലസ് ബി ബി എ സി പ്ലസ് ഡി 1 എന്നുള്ളതാണ്. സോ A1ഉം ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് ടി ഓഫ് 1 0 0 0 ബിക്കംസ് 1 0 0 0 എന്ന് തന്നെ കിട്ടും. ഇനി അതിനെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഈ മെട്രിക്സിനെ ടി ഓഫ് 1 0 0 0യെ നമ്മൾ E1ന്റെയും E2ന്റെയും E3യുടെയും E4ന്റെയും ടേംസിൽ എഴുതുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ആക്ച്വലി 1 into E1 plus 0 into E2 plus 0 into E3 plus 0 into E4 ആണിത്. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് 1 0 0 0 എന്ന് കിട്ടും. അതാണ് ഇവിടെ ആക്ച്വലി 1 0 0 0 എന്ന് എഴുതുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് റോയെ ആദ്യം കോളമാക്കുക, അടുത്തത് അതിന്റെ താഴെ തന്നെ സെക്കൻഡ് റോയെ താഴോട്ട് കോളമാക്കുക. അല്ലെങ്കിൽ ഈ എൻട്രീസിനെ മൊത്തത്തിൽ ഒരു വെക്ടർ ആക്കി എഴുതിയിട്ട് ആ വെക്ടറിനെ താഴെ കോളം മെട്രിക്സ് ആക്കി മാറ്റിയാൽ മതി. സോ ടി ഓഫ് E1 കിട്ടും 1 0 0 0. അടുത്ത ടി ഓഫ് E2 B1 ആണ്. എയും സിയും ഡിയും 0 ആണ്. സോ B1 ആയതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് എൻട്രി 1 ആകും, സെക്കൻഡ് എൻട്രി 1 ആകും, തേർഡും ഫോർത്തും എൻട്രി 0 ആകും. ദാറ്റ് ഈസ് 1 1 0 0 എന്നായിരിക്കും ആൻസർ. ഈ 1 1 0യെ താഴെ ആദ്യത്തെ എൻട്രി 1 1,
അടുത്തത് 0 0 എന്ന കോളം ബൈസ് എഴുതുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി 1 1 0 0 എന്ന് വെച്ചാൽ 1 ഇൻറ്റു E1 പ്ലസ് 1 ഇൻറ്റു E2 പ്ലസ് 0 ഇൻറ്റു E3 പ്ലസ് 0 ഇൻറ്റു E4 ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് 1 ഉം 1 ഉം 0 ഉം 0 ഉം. അതുകൊണ്ടാണ് T ഓഫ് E2 ഈക്വൽ ടു ഈ രൂപത്തിൽ വന്നത്. സിമിലർലി T ഓഫ് E3 എടുക്കുമ്പോൾ C മാത്രം 1, ബാക്കിയെല്ലാം 0. സോ ഇവിടെ C മാത്രം 1 എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് രണ്ട് എൻട്രി 0 ആകും, തേർഡ് എൻട്രി 1 ആകും, ഫോർത്ത് എൻട്രി 0 ആകും. അതായത് 0 0 1 0 എന്നുള്ളതാണ്. 0 0 1 0യെ ഇതുപോലെ തന്നെ എഴുതുമ്പോൾ ഫസ്റ്റ് രണ്ട് എൻട്രീസ് അതുപോലെ തന്നെ 0 0, അടുത്ത രണ്ട് എൻട്രീസ് താഴോട്ട് എഴുതുമ്പോൾ 0 0 1 0 എന്ന് കിട്ടും. അടുത്ത T ഓഫ് E4 എന്നുള്ളത് D മാത്രം 1, ബാക്കിയെല്ലാം 0. D മാത്രം 1, ബാക്കിയെല്ലാം 0 ആകുമ്പോൾ ഈ ഫസ്റ്റ് രണ്ട് എൻട്രി 0 ആകും. നെക്സ്റ്റ് ഈസ് 1 1 എന്ന് കിട്ടും. അതായത് 0 0 1 1 എന്നുള്ളതാണ് ആൻസർ. സോ 0 0 1 1 നമുക്ക് 0 ഇൻറ്റു E1 പ്ലസ് 0 ഇൻറ്റു E1 പ്ലസ് 1 ഇൻറ്റു E3 പ്ലസ് 1 ഇൻറ്റു E4 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് രണ്ട് എൻട്രിയെ ഫസ്റ്റ് ആദ്യം 0 0, പിന്നീട് അടുത്ത രണ്ട് എൻട്രി എഴുതുമ്പോൾ T ഓഫ് E4 കിട്ടും. അപ്പോൾ T ഓഫ് E1, T ഓഫ് E2, T ഓഫ് E3, T ഓഫ് E4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഓരോന്നിനെയും ഓരോ കോളമാക്കി എഴുതുമ്പോഴാണ് നമുക്ക് മെട്രിക്സ് ഓഫ് എ കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.